പാചകവാതക പ്രതിസന്ധിക്കിടെ ഗാർഹിക സിലിണ്ടറുകളുടെ തൂക്കം കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ തള്ളി കേന്ദ്ര സർക്കാർ. സിലിണ്ടറുകളുടെ തൂക്കം കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ ഊഹാപോഹമെന്ന് പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു. 14.2 കിലോ സിലിണ്ടറുകൾ പിൻവലിച്ച് 10 കിലോയുടെ സിലിണ്ടറുകൾ വിപണിയിലെത്തിക്കുമെന്നാണ് വാർത്തകളുണ്ടായിരുന്നത്. YS അഭിനന്ദ് വിവരങ്ങളുമായി ചേരുകയാണ്. അഭിനന്ദ്, ഈ പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത് നാലുപാട് നിന്നും ചില വാർത്തകളൊക്കെ വരും. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടാകില്ല, അത്തരത്തിലുള്ള തീരുമാനങ്ങളില്ല എന്ന് വ്യക്തമാക്കുകയാണ് പെട്രോളിയം മന്ത്രാലയം. അഭിനന്ദ്, കേൾക്കാമോ? മാധു, 14.2 കിലോഗ്രാം സ്റ്റോക്ക് തീർന്നാൽ വിതരണക്കാർക്ക് 10 കിലോ നിറച്ചെത്തിക്കുമെന്നുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. ഈ അഭ്യൂഹങ്ങൾ, ആ വാർത്തകളൊക്കെ പ്രചരിച്ചു. പല മാധ്യമങ്ങളിലും അത് കണ്ടത് പൂർണ്ണമായും തള്ളിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇന്ന് കേന്ദ്ര സർക്കാരിന്റെ മന്ത്രിസഭാ സുരക്ഷാ സമിതിയുടെ യോഗമുണ്ടായിരുന്നു. യോഗത്തിനകത്തും ഇങ്ങനെ ഒരു കാര്യവും ചർച്ച ചെയ്തിട്ടില്ല. അതിന് പിന്നാലെയുള്ള വാർത്താ സമ്മേളനത്തിലും ഇപ്പോൾ പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ അത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. തൂക്കം കുറയ്ക്കുന്ന റിപ്പോർട്ടുകൾ ഊഹാഭോഗമാണ്, കിംവദന്തികളിൽ ആളുകൾ വിശ്വസിക്കരുത് എന്നാണ് ഇപ്പോൾ സുജാത ശർമ്മ വ്യക്തമാക്കിയത്. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ കടന്നിട്ടില്ല. ആദ്യഘട്ടത്തിൽ പ്രചരിച്ച വാർത്ത ഇങ്ങനെയാണ്: 14.2 കിലോ വാതകം നിറയ്ക്കേണ്ടിടത്തത് 10 കിലോ നിറച്ച് പരമാവധി ആളുകൾക്ക് വിതരണം ചെയ്യും. അപ്പോഴും ചില ആശങ്കകൾ പല ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു. 10 കിലോ എങ്ങനെ എത്തിച്ചു കഴിഞ്ഞാൽ അത് 45 ദിവസം കൊണ്ട് ഉപയോഗിച്ച് തീർക്കണമെന്ന കേന്ദ്ര സർക്കാരിന്റെ മറ്റൊരു മാർഗനിർദ്ദേശമുണ്ട്. ഇതെങ്ങനെ പാലിക്കപ്പെടുമെന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ അഭ്യൂഹങ്ങൾക്കൊക്കെ വിരാമം ഇട്ടുകൊണ്ടാണ് ഇപ്പോൾ കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിന്റെ വാർത്താ സമ്മേളനം നൽകിയിരിക്കുന്നത്. തൂക്കം കുറയ്ക്കണമെന്നുള്ള നിർദ്ദേശം നിലവിൽ നൽകിയിട്ടില്ല. അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പൂർണ്ണമായും തള്ളുകയാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം. മാധു, YS അഭിനന്ദാണ് വിവരങ്ങൾ നൽകിയത്. 14 കിലോ എന്നത് 10 കിലോയായി കുറയ്ക്കുമെന്നുള്ളത് ഊഹാപോഹമെന്ന് പെട്രോളിയം മന്ത്രാലയം.